नमो विष्णुपदाय कृष्णकृष्णाय गोविंदे वेदांत स्वामी नामिने नमस्ते सरस्वती देवी केवलवाणी प्रचारणे नविशेषण्यवती पाश्चात्य जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरम हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. പ്രഭുപാദരുടെ വാർദ്ധക്യ സമയത്ത്, അതായത് അവസാന സമയത്ത് പ്രഭുപാദരുടെ ഗുരുവിന് കൊടുത്ത വാക്ക് നിറവേറ്റുവാൻ വേണ്ടി ആ കടല് കടന്ന് പോയില്ലായിരുന്നു. അതായത് 3 ഹാർട്ട് അറ്റാക്കും സർവൈവ് ചെയ്ത് ആ കപ്പൽ കയറി പോയില്ലായിരുന്നെങ്കിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് നാമം ചെല്ലാൻ വരെ ദിവസം ഡെയിലി നാമം ചെല്ലാനുള്ള ഒരു അവസരം തന്നെ ഉണ്ടാക്കി തന്ന പ്രഭുപാദർ അങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ എന്താണ്, എങ്ങനെ ജീവിക്കണം, എന്താണ് ജീവിതം എന്നൊന്നും അറിയാതെ സാധാരണക്കാരെ പോലെ മത്സ്യവും മാംസവും കഴിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ച് അങ്ങനെ ജീവിച്ച് മരിച്ച് മണ്ണടിഞ്ഞായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തി പ്രഭുപാദർ ദിവസവും നാമം ചെല്ലുക, ഭഗവത്ഗീത എന്താണ്, ഭാഗവതം എന്താണ് നമ്മുടെ ജീവിതം എന്നൊക്കെ മനസ്സിലാക്കി തന്ന പ്രഭുപാദരോട് എങ്ങനെ നന്ദി പറയണമെന്നൊന്നും എനിക്കറിയില്ല. പണ്ടൊക്കെ പഴയ സമയത്ത് ഞാൻ വിചാരിച്ചത് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ബ്രാഹ്മണർക്ക് പറഞ്ഞിരിക്കുന്നതാണ്, അതല്ലെങ്കിൽ സംസ്കൃതം മാത്രം അറിയാവുന്നവർക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ അതിലും കടുകെട്ടി. പക്ഷേ പ്രഭുപാദർ വന്നതോടുകൂടി നമുക്ക് ഈ ഭാഗവതം എന്താണെന്നും ഭഗവത്ഗീത എന്താണെന്ന് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തന്ന് അതെങ്ങനെ ജീവിക്കണം, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ഭഗവാൻ ആരാണ്, കൃഷ്ണൻ ആരാണ്, അതിന്റെ പരമോന്നത പുരുഷൻ ആരാണ്, അതിന്റെ പരമോന്നത സത്യം എന്താണ് എന്നൊക്കെ നമുക്ക് പ്രഭുപാദരുടെ കാരുണ്യം കൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരിക്കലൊരു പ്രഭുപാദർ പ്രഭുപാദരെ കുറിച്ച് പ്രഭുപാദരുടെ സന്തോഷത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ, പ്രഭുപാദർ ഗുരുവിന്റെ നിർദ്ദേശം പാലിക്കുന്നതിന് വേണ്ടി ഒന്നും അതിനകത്ത് പ്രതിഫലം ഇച്ഛിക്കുകയോ ഒന്നും ആഗ്രഹിക്കാതെ, പ്രഭുപാദർ അല്ലാതെ മറ്റേ ആരുമില്ല പകരം പറയാനായിട്ട്. പല സന്യാസിമാരും അല്ലെങ്കിൽ പല ആൾക്കാരും പലതും ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും പ്രഭുപാദർക്കല്ലാതെ ഇസ്കോൺ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഇത്രയും ഡിവോട്ടികളെ ഉണ്ടാക്കുവാനോ ഇത്രയും പേർക്ക് ദീക്ഷ കൊടുക്കുവാനോ അല്ലെങ്കിൽ ഈ 10 വർഷം കൊണ്ട് ഒരു 108 അമ്പലങ്ങൾ ലോകമെമ്പാടും പരത്തുവാനോ പ്രഭുപാദർക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അങ്ങനെയുള്ള പ്രഭുപാദരുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം ഇത്രയും ഈ ലെവലിലെങ്കിലും എത്തിച്ചേർന്നത്. ആ പ്രഭുപാദരെ ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളതിനുള്ള ഒരു കഴിവോ അതിനുള്ള ഒരു യോഗ്യതയൊന്നും എനിക്കില്ല. എങ്കിൽ തന്നെയും പ്രഭുപാദരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച പ്രഭുപാദര് ഒരിക്കലും ഒരു ഡിവോട്ടി പ്രഭുപാദരോട് ചോദിക്കുകയുണ്ടായി, പ്രഭുപാദർ അങ്ങ് ഈ ലോകത്തിലുള്ള എല്ലാവരും ഡിവോട്ടികളായാൽ അങ്ങ് എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ പ്രഭുപാദർ പറഞ്ഞത് ഇതാണ്: ഈ ലോകത്തിലെല്ലാവരും ഗോലോക വൃന്ദാവനത്തിൽ പോയാൽ ഞാൻ അടുത്ത പ്ലാനറ്റ് തേടിപ്പോവും, അവിടെയും കഷ്ടപ്പെടുന്ന ജീവാത്മാക്കൾ ഉണ്ടാകുമല്ലോ, അവരെ ഉയർത്താനും. അപ്പോൾ വേറൊരു ഡിവോട്ടി ചോദിച്ചു, പ്രഭുപാദരെ അങ്ങ് പറയുന്നത് പോലെ എനിക്ക് 100% ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ പ്രഭുപാദർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു 70% ഫോളോ ചെയ്യും, നിന്നെ രക്ഷപ്പെടുത്താൻ നീ ഗോലോകത്തിൽ പോകുമെന്ന്. അതിനും എനിക്ക് സാധിക്കുന്നില്ല സ്വാമിജി, അങ്ങനെയാണെങ്കിൽ ഒരു 50% ചെയ്തോളൂ, അതിനും എനിക്ക് പറ്റുന്നില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും പ്രഭുജി എന്ന് ചോദിച്ചപ്പോൾ പ്രഭുപാദർ പറഞ്ഞത്, നീ എൻ്റെ മുണ്ടിൽ ആത്മാർത്ഥതയോടെ മുറുകെ പിടിച്ചോളൂ, ഞാൻ നിന്നെ ഗോലോകത്തിൽ എത്തിക്കും. ആ ഒരു വാക്ക്
നമ്മൾ മനസ്സിൽ കോർ ചെയ്താൽ മതി. പ്രഭുപാദരെ നമ്മൾ മുറുകെ പിടിക്കുക, പ്രഭുപാദർ പറയുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാതെ ജനത്തിനെ സേവിക്കാനല്ലാതെ ജനാർദ്ദനെ സേവിക്കുക, കൃഷ്ണനെ സേവിക്കുക, അതാണ് നമ്മൾ പറയുന്നത്. പ്രഭുപാദർക്ക് ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ഭഗവാൻ കൃഷ്ണൻ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ പേര് അതിനകത്ത് വരുവാനായിട്ട് ഭഗവാൻ പറയുന്നത് എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ എന്നാണ്. എല്ലാം ഉപേക്ഷിച്ച് നീ എൻ്റെ കൂടെ വരൂ, എന്നാൽ നിന്നെ ഞാൻ കൊണ്ടുപോകാം. പക്ഷേ എല്ലാം ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും, ഞാനൊക്കെ കേട്ടോ, നമ്മളൊന്നും പറയാൻ പറ്റില്ല, ഇപ്പോഴും കുടുംബം, വീട്, കൊച്ചുമക്കൾ എന്നിവ എല്ലാം പെട്ടുകിടക്കുകയാണ്. പക്ഷെ അപ്പോൾ നമുക്ക് ഭഗവാൻ പറയുന്ന പോലെ നിന്റെ ചെറിയ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നിന്നെ ഞാൻ വിടില്ല, അതെല്ലാം തീർത്തിട്ട് വന്നാലേ ഞാൻ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഭഗവാന്റെ ലിസ്റ്റിൽ, കൃഷ്ണ ലിസ്റ്റിൽ സ്ഥാനമില്ല എന്ന് ഉറപ്പായി. എന്നാൽ ചൈതന്യ മഹാപ്രഭു എന്താണ് പറയുന്നത്? ചൈതന്യ മഹാപ്രഭു എൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രഭു ഏറ്റവും താഴേക്കിടയിലുള്ളത്, ഏറ്റവും താഴേയിൽ, അതായത് അതപ്പതിച്ച ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരാറുള്ളത്, എന്നുവെച്ചാൽ ജഗായ് മതായി പോലെയുള്ള ആൾക്കാരെ. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് സ്ഥാനം കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ ഇസ്കോണിൽ വന്നു, നാമം ചെല്ലുന്നു, ഗീത വായിക്കുന്നു, ഭാഗവതം വായിക്കുന്നു, അപ്പോൾ അവിടെയും നമുക്ക് സ്ഥാനം കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ കൃഷ്ണ ലിസ്റ്റിലും നമ്മൾ പെടില്ല, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലിസ്റ്റിലും പെടില്ല. പിന്നെ നമുക്ക് ഒരേ ഒരു ആശ്രയം പ്രഭുപാദരുടെ ലിസ്റ്റിൽ പെടുക എന്നതാണ്. അതുകൊണ്ട് നമ്മൾ പ്രഭുപാദർക്ക് വേണ്ടി പ്രഭുപാദർ പറയുന്നതനുസരിച്ച് ജപിക്കുക, നാമം ചെല്ലുക, പ്രചരിപ്പിക്കുക, മറ്റുള്ള ജനങ്ങളെ, മറ്റുള്ള ഇതൊന്നും അറിയാത്തവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ്. അപ്പോൾ പ്രഭുപാദർ പറയുന്ന പോലെ ചെയ്താൽ ഭഗവാനും സന്തോഷപ്പെടും. കാരണം ഗുരുവിൻ്റെ ഒരു ശിഷ്യനെ എങ്ങനെയാണ് ഭഗവാനോട് അടുക്കുന്നത്? ഗുരുവിൻ്റെ വാക്ക് പാലിക്കും. അപ്പോൾ പ്രഭുപാദർ പറയുന്ന രീതിയിൽ നമ്മൾ പോയാൽ നമുക്ക് ഭഗവാന്റെ ഒരു മേഴ്സി കിട്ടുമെന്നുള്ള പ്രതീക്ഷ മാത്രം നമുക്ക് മനസ്സിൽ കോർ ചെയ്തിട്ട് പ്രഭുപാദർ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോവുക. ഇതിൽ ഇത്രയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് പ്രഭുപാദർക്ക് ഏത് വിധത്തിലും നന്ദി പറയണമെന്ന്, ഗ്ലോറിഫൈ ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയില്ല. എപ്പോഴും പ്രഭുപാദന് സേവനം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടും നടത്തുന്നു. ഹരേ കൃഷ്ണ.